വീടിനോട് ചേർന്ന പച്ചക്കറി പരിപാലനം അടുക്കളത്തോട്ടം എന്ന പേരിൽ മലയാളിയുടേതായിട്ട് കാലങ്ങളേറെ. എന്നാൽ വീടിനോട് ചേർന്ന, അതും അടുക്കളയ്ക്ക് അരികിലുള്ള മീൻകുളം അടുക്കളക്കുളമായി മാറുന്നത് മലയാളി പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ. അടുക്കളത്തോട്ടവും അടുക്കള മീൻകുളവും പരസ്പര പൂരകമാകുന്ന ഈ കൃഷിരീതിയിൽ അടുക്കള മാലിന്യ നിർമ്മാർജ്ജനം പൂർണ്ണമായും സാധ്യമാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ പ്രത്യേകത. ഇന്നത്തെ സാമൂഹിക ഗതിയിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒന്നാണ് അടുക്കള മാലിന്യം ഒഴിവാക്കൽ. നഗരത്തിലായാലും ഗ്രാമത്തിലായാലും അടുക്കള മാലിന്യം പൊതിഞ്ഞുകെട്ടി നിരത്തിലേക്ക് വലിച്ചെറിയുന്ന മലയാളിയുടെ അലംഭാവ രീതിക്ക് പ്രതിരോധവും ഒപ്പം ഒരു സന്ദേശവും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലുള്ള ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം മുന്നിട്ടിറങ്ങിയത്. അതിനു പിന്നിൽ പ്രമുഖ മത്സ്യ ഗവേഷണ വിദഗ്ധനും സമുദ്രതലത്തിനു താഴെയുള്ള കാർഷിക സംരംഭത്തിന് ശാസ്ത്രീയ നിർദ്ദേശവുമേകുന്ന ഡോക്ടർ KG പത്മകുമാറിന്റെ വളരെ വ്യത്യസ്തവും പുരോഗമനാത്മകവുമായ ചിന്തകളും ഉണ്ടായിരുന്നു. പച്ചക്കറി വിപ്ലവത്തിലൂടെ രാജ്യാന്തര ശ്രദ്ധ നേടിയ ആലപ്പുഴ കഞ്ഞിക്കുഴി ഗ്രാമം ഇനി ഈ മീൻ ടാങ്ക് കൃഷിരീതിയിലൂടെയും ഒരു നൂതന കാർഷിക അവബോധം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ്. ആലപ്പുഴ ജില്ലയിൽപ്പെടുന്ന 4 പഞ്ചായത്തുകളിലെ 20 വീടുകളിലാണ് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം അടുക്കളക്കുള നിർമ്മാണത്തിന് കഴിഞ്ഞ വർഷം തുടക്കമിട്ടത്. ഭക്ഷ്യ മാലിന്യങ്ങൾ മത്സ്യത്തിന് ആഹാരമാക്കുന്ന ഈ സമ്പ്രദായം, വേസ്റ്റ് ടു ഫിഷ് എന്ന ഈ പദ്ധതി കുറേ വർഷത്തെ ഗവേഷണം കൊണ്ട് രൂപപ്പെടുത്തിയതാണ്. ഇതാദ്യമായിട്ട് ഗാന്ധി സ്മാരക കേന്ദ്രത്തിൽ ഞങ്ങളിത് പരിശോധിച്ചു. 30-30ഓളം കൃഷിക്കാരെ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് മത്സ്യം വളർത്തണമെങ്കിൽ വിശാലമായിട്ടുള്ള കുളങ്ങൾ വേണം. ഒരു കാലത്ത് പറയുമായിരുന്നു 5 സെന്റെങ്കിലും ഉള്ള കുളത്തിൽ മാത്രമേ മീൻ വളർത്താൻ കഴിയുള്ളൂ. അതിൽ നിന്ന് മാറി കേവലം 5-10 സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ള ഒരു മുറിയുടെ നമ്മുടെ സിറ്റ് ഔട്ടിന്റെ വലിപ്പമുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ പോലും മത്സ്യം വളർത്തിയെടുക്കാമെന്ന് കാണിക്കാം. നബാർഡിന്റെ ധനസഹായത്തോടെ നിർമ്മിക്കപ്പെട്ട ഈ അടുക്കളക്കുളത്തിലെ മത്സ്യകൃഷി അതീവ ശ്രദ്ധയോടെ നടത്തിപ്പോരുന്ന ഒരു വീട്ടമ്മയാണ് മാരാരിക്കുളത്തെ തോപ്പിൽ വീട്ടിലെ ലക്ഷ്മി സിദ്ധി. ഇത് 2ാം വട്ടമുള്ള മത്സ്യകൃഷിയാണ് ലക്ഷ്മി നടത്തിപ്പോരുന്നത്. മലേഷ്യൻ വാള, കട്ടർ, സിലോപ്പിയ, റെഡ് ബില്ലി തുടങ്ങിയ ഇനം മീനുകളാണ് ടാങ്കിലുള്ളത്. മാരാരിക്കുളം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മാരാരിക്കുളം വടക്ക് സബ് സെന്ററിന്റെ കീഴിൽ ഉള്ള സുരക്ഷാ ഫാർമേഴ്സ് ക്ലബിലെ അംഗമാണ്. നബാർഡിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന പദ്ധതി പ്രകാരമാണ് ഈ ടാങ്ക് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ വിളവെടുപ്പ് 7 മാസത്തിന് ശേഷം നടത്തി. അത് നല്ല രീതിയിലുള്ള വിളവെടുപ്പ് തന്നെയായിരുന്നു. 1 കിലോയ്ക്ക് മുകളിൽ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. മുഴുവൻ തന്നെ ഇവിടെ തന്നെ വെച്ച് വിറ്റൊരു മീറ്റിംഗ് ആയിട്ട് അറേഞ്ച് ചെയ്തതുകൊണ്ട് ഇവിടെ തന്നെ വെച്ച് മുഴുവൻ മത്സ്യങ്ങളും വിറ്റുപോകാൻ സാധിച്ചു. രണ്ടാമത്തെ മത്സ്യക്കുഞ്ഞുങ്ങളിട്ടിട്ട് ഒരു 3-3.5-4 മാസത്തോളം ആകുന്നതേ ഉള്ളൂ. 1/2 കിലോയ്ക്ക് മുകളിൽ വലിപ്പമായിട്ടുണ്ട്. ഇപ്പം ലക്ഷ്മിയുടെ അടുക്കളക്കുളത്തിന്റെ വിസ്തൃതി 20 സ്ക്വയർ മീറ്ററാണ്. കോൺക്രീറ്റ് ടാങ്കിന്റെ അടിഭാഗം ഒരു ചട്ടിയുടെ മാതൃകയിലാണ് തീർത്തിരിക്കുന്നത്. 1 മീറ്ററാണ് കുളത്തിന്റെ മധ്യഭാഗത്തെ താഴ്ച. പാർശ്വഭാഗത്തിന്റെ ചെരിവ് 40 സെന്റിമീറ്ററാണ്. ചട്ടിയുടെ ആകൃതിയിൽ അടിഭാഗം തീർത്തിരിക്കുന്നത് മൂലം മത്സ്യങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കുന്നതിനും പായൽ പോലുള്ളവയെ ആഹരിക്കുന്നതിനും വിസർജ്യം കാഷ്ടിക്കുന്നതിനും സൗകര്യപ്രദമാകുന്നു. ടാങ്ക് 20 സ്ക്വയർ മീറ്ററാണ് ഈ ടാങ്കിന്റെ
അളവ്. അത് ഒരു ചീനിച്ചട്ടിയുടെ ആകൃതിയിലാണ് ഈ ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. അത് നബാർഡിൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. പത്മകുമാർ സാറാണ് അത് ഡിസൈൻ ചെയ്തത്. ആ രീതിയിലാണ് ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. വേസ്റ്റ് എല്ലാം എന്ത് വേസ്റ്റ് വന്നാലും അത് സെൻറ്ററിൽ വരത്തക്ക രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ വേസ്റ്റ് എല്ലാം പുറമേക്ക് തനിയെ പൊക്കോളും. അല്ലാതെ നമ്മൾ വേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കളയേണ്ട കാര്യമില്ല. അടുക്കളയിൽ നിന്നുള്ള ഭക്ഷ്യ അവശിഷ്ടങ്ങൾ മാത്രമാണ് ടാങ്കിലെ മീനുകൾക്കുള്ള ആഹാരം. ദിവസവും 2 നേരം ഈ തീറ്റ നൽകിപ്പോരുന്നു. ഇതിലൂടെ അടുക്കളയിലെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം സാധ്യമാകുകയും അടുക്കളയിലേക്കുള്ള രുചിയേറിയ മത്സ്യങ്ങളെ വളർത്തിയെടുക്കുവാനും കഴിയുന്നു. മത്സ്യപരിപാലനത്തിൽ ഭർത്താവ് സിദ്ധിയും ലക്ഷ്മിയെ സഹായിക്കുന്നു. അടുക്കള വേസ്റ്റ് ആണ് പ്രധാനമായിട്ട് കൊടുക്കുന്നത്. വേറെ നമ്മൾ ഫിഷ് ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ല. പച്ചക്കറി അരിയുന്ന വേസ്റ്റുകൾ, ചോറിൻ്റെ ബാലൻസ്, കാപ്പിയുടെ എല്ലാ സാധനങ്ങളും, അടുക്കളയിൽ നിന്നുള്ള എല്ലാ മാലിന്യങ്ങളും, നമ്മളെ ഡൈനിങ് ടേബിളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങളും എല്ലാം മീനിന് ഭക്ഷണമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലാണെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് അടുക്കള മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യുമെന്നുള്ളത് അന്വേഷിച്ചിരിക്കുന്ന സമയത്ത് നമുക്കിതുപോലുള്ള സംരംഭം ഉണ്ടെങ്കിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന വേസ്റ്റുകളും പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയുടെ വേസ്റ്റ്, പച്ചക്കറി അരിയുന്ന വേസ്റ്റ്, അതുപോലുള്ള സാധനങ്ങളൊക്കെ പിന്നെ വെറുതെ വലിച്ചെറിയാതെ കണ്ട് ടാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ മീനിനൊരു തീറ്റയാകും. നമുക്ക് നല്ല മീൻ പിടിച്ച് നമുക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വേണം ചെയ്യുകയോ ചെയ്യാം. വീട്ടുകിണറ്റിൽ നിന്നും മോട്ടോർ വഴിയാണ് ടാങ്കിൽ ജലം നിറയ്ക്കുക. ടാങ്കിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന പോളിത്തീൻ പൈപ്പ് മഴക്കാലത്ത് വെള്ളം ടാങ്കിന് പുറത്തേക്ക് കവിഞ്ഞു പോകാതിരിക്കുന്നതിന് സഹായിക്കുന്നു. 2 പൈപ്പുകളാണ് ഇങ്ങനെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. പൈപ്പ് നീക്കിയാൽ ടാങ്കിന് നടുഭാഗത്തുള്ള ദ്വാരം വഴി കുളത്തിലെ ജലം മറ്റൊരു പൈപ്പ് വഴി പുറത്തേക്ക് വരുന്നു. ടാങ്കിലെ പൈപ്പ് ഉയർത്തുമ്പോൾ മീനുകൾ ദ്വാരം വഴി പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിനായി ബക്കറ്റോ ഇഷ്ടികയോ മറ്റോ വച്ച് ദ്വാരം മൂടുകയാണ് പതിവ്. മാലിന്യ വിനിയോഗത്തിന് ടാങ്ക് നിർമ്മിക്കുന്നത് ഏത് ആകൃതിയിലും ആകാം. അത് സമചതുരത്തിലാകാം, ദീർഘചതുരത്തിലാകാം, വൃത്താകൃതിയിലാകാം. അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച് അവിടെ അവൈലബിൾ ആയിട്ടുള്ള, അവിടെ ലഭ്യമായ സ്ഥലം അനുസരിച്ചാണ് അതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകത ഉണ്ടാവണം, അടിത്തട്ട് ചട്ടി പോലെ, ചീനച്ചട്ടി പോലെ അകത്തോട്ട് കോൺകേവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ടാങ്ക് ക്രമീകരിക്കേണ്ടത്. ടാങ്കിൻ്റെ മധ്യഭാഗത്തൂടെയാണ് പുറത്തോട്ട് വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള പൈപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം പച്ചക്കറി കൃഷിക്കും മറ്റും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിക്കേണ്ടത്. ആ ടാങ്കിൽ എത്ര വെള്ളം നിർത്തണോ അത്ര ഉയരത്തിലുള്ള ഒരു പൈപ്പ് ആ സെൻറ്ററിലുള്ള മധ്യഭാഗത്തുള്ള പൈപ്പിൽ കുത്തി നിർത്തിക്കൊണ്ടാണ് നമുക്ക് വെള്ളം നിറയ്ക്കുന്നത്. അവിടെ നിന്ന് അതിനകത്ത് അടിയിൽ അടിഞ്ഞുകൂടുന്ന മട്ട മധ്യഭാഗത്ത് വരുന്നത് പുറത്ത് കളയുന്നതിന് വേണ്ടി ഒരു എയർലിഫ്റ്റ് സംവിധാനമുണ്ട്. 2 ഇഞ്ച് പൈപ്പ് പുറത്തോട്ടുള്ള പൈപ്പാണെങ്കിൽ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് അതിൻ്റെ പുറത്തിടും. അതിനെ ഉയർത്തിയിട്ട് പുറത്തോട്ട് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ മാതൃകയാണ് എനിക്ക് തോന്നുന്നു ഈ ഫിഷ് വേസ്റ്റ് അല്ലെങ്കിൽ മത്സ്യ ഉൽപ്പാദനത്തിന് മത്സ്യകൃഷിയുടെ ചെറിയ ടാങ്കിലെ മത്സ്യകൃഷിയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഈ ടാങ്കിൻ്റെ മോഡലാണ്, ആ ടാങ്കിൻ്റെ നിർമ്മിതിയാണ്. അതനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യക്ഷമമായി അനായാസമായിട്ട് നമുക്ക് മത്സ്യം വളർത്തിയെടുക്കാം. അതിൻ്റെ മാലിന്യം ഓട്ടോമാറ്റിക്കായി ഇപ്പം മഴ പെയ്യുമ്പോൾ എത്ര മഴ പെയ്തോ എത്ര വെള്ളം അതിനകത്ത് വരുന്നതോ അത്രയും വെള്ളം പുറത്തു പോകും. ആ പുറത്തു പോകുമ്പം മത്സ്യത്തിൻ്റെ വിസർജ്യം അടങ്ങുന്ന മട്ടാണ് പുറത്തു പോകുന്നത്. ടാങ്കിൽ നിന്നും പുറത്തേക്ക് വരുന്ന ജലം മീനുകളുടെ വിസർജ്യം കൊണ്ടും ഭക്ഷ്യ അവശിഷ്ടം കൊണ്ടും പായൽ കൊണ്ടും മറ്റും പോഷക സമ്പുഷ്ടമാണ്. ഈ ജലം ടാങ്കിന് ചുറ്റും കൂടാതെ മറ്റു ഭാഗങ്ങളിലുമായി നട്ടിരിക്കുന്ന പച്ചക്കറികൾക്ക് നനച്ചു കൊടുക്കുന്നു. ടാങ്കിലെ ചെളി കലർന്ന ഈ ജലം പച്ചക്കറിയുടെ വളർച്ചയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്മി സിദ്ധിയുടെ അടുക്കള കുളത്തിനോടൊപ്പമുള്ള അടുക്കള തോട്ടവും കായ്കറികളാൽ സമൃദ്ധമാണ്. അങ്ങനെ
മീൻ വളർത്തലിലൂടെയും പച്ചക്കറി കൃഷിയിലൂടെയും ഒന്നിന് ഭക്ഷണവും വളവുമായി മാറുമ്പോൾ ലക്ഷ്മിയുടെ അടുക്കളയിലെ കറിക്കുള്ള മത്സ്യവും പച്ചക്കറികളും ഇവിടെ സുലഭവും സുഭിക്ഷവുമാകുന്നു. നമ്മൾ അടുക്കളയിൽ നിന്ന് കൊടുക്കുന്ന ഏത് ആഹാരാവശിഷ്ടവും നേരിട്ട് ഭക്ഷിക്കുന്ന മലേഷ്യൻ വാള, റെഡ് ബെല്ലി തുടങ്ങിയ മത്സ്യങ്ങളാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പം ആഹാരം നേരിട്ട് ഭക്ഷിക്കുന്നത് കൊണ്ട് അത് ചീഞ്ഞളിഞ്ഞ് വെള്ളത്തിൻ്റെ ഓക്സിജൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നില്ല. നമുക്കൊരു 6-7 മാസം കൊണ്ട് തന്നെ 1 കിലോയ്ക്ക് മുകളിൽ വലിപ്പത്തിൽ നമുക്ക് മത്സ്യം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു പദ്ധതിയിലുള്ള വേറൊരു പ്രയോജനം മത്സ്യത്തിൻ്റെ കാഷ്ടവും ആഹാരത്തിൻ്റെ മിച്ചങ്ങളൊക്കെ കൊണ്ടുള്ള വളരെ ഫലഭൂയിഷ്ടമായ ഈ വെള്ളം ജൈവ പച്ചക്കറി കൃഷിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു പൊതുജന പങ്കാളിത്തത്തോടെ ആദ്യമായിട്ടാണ് നടപ്പാക്കുന്നത്. നമുക്ക് നബാർഡിൻ്റെ നിർലോഭമായ സപ്പോർട്ട് ഈ ഒരു പ്രോഗ്രാമിന് കിട്ടി. ഇവിടെ ചുറ്റുവട്ടത്തുമുള്ള 5 പഞ്ചായത്തുകളിൽ നിന്ന് 4 പേര് സെലക്ട് ചെയ്ത് അവർക്ക് ഈ ഒരു പ്രോഗ്രാമിൽ നല്ലൊരു അവയർനെസ് കൊടുത്ത് ആണ് ഇത് പദ്ധതി ചെയ്തത്. പഞ്ചായത്തിൻ്റെയൊക്കെ സപ്പോർട്ട് നമുക്കിതിൽ ലഭിക്കുന്നുണ്ട്. ഇതിന് ടാങ്ക് നിർമ്മാണത്തിനായിട്ട് നബാർഡിൽ നിന്നും ഒരു 30,000 രൂപ ഓരോ ഗുണഭോക്താവിനും ലഭ്യമാക്കിയിട്ടുണ്ട്. മീൻ ടാങ്കിൽ നിന്നും പുറത്തേക്ക് മാറ്റുന്ന ജലം അടുക്കളത്തോട്ടത്തിന് പുറമെ പുരയിടത്തിലെ എല്ലാ കാർഷിക വിളകൾക്കും ലക്ഷ്മി നനച്ചു കൊടുക്കുന്നു. ആ പോഷക ഗുണത്താൽ വാഴയും ചേനയും ചേമ്പും ജാതിയും ഇഞ്ചിയും മഞ്ഞളും മരിച്ചീനിയും ഒക്കെ ലക്ഷ്മിയുടെ തൊടിയിൽ ഹരിതകാന്തി പടർത്തുന്നു. വേസ്റ്റ് വെള്ളം കൊണ്ട് പച്ചക്കറി നനയ്ക്കുന്നുണ്ട്. പച്ചക്കറി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാവിധ പച്ചക്കറികളും നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഗ്രോത്താണ് ഉണ്ടാകുന്നത്. കാരണം നല്ല വളക്കൂറുള്ള വെള്ളമാണ്. മത്സ്യത്തിൻ്റെ വേസ്റ്റും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് നല്ല വളക്കൂറുള്ള വെള്ളമായതുകൊണ്ട് പച്ചക്കറി നല്ല ഉൽപ്പാദനം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യമാണേലും എല്ലാവിധ പച്ചക്കറികളും ഉണ്ടായിരുന്നു ഇവിടെ. മീൻ ടാങ്കിലേക്കുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെ സ്വകാര്യ നഴ്സറിയിൽ നിന്നുമാണ് ലക്ഷ്മി വാങ്ങുന്നത്. പക്ഷികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനായി കുളത്തിനുമീതെ വല പാകുന്നു. മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ട് 7 മാസമാകുമ്പോഴാണ് മീൻ പിടിക്കാൻ ആരംഭിക്കുക. ടാങ്കിലെ ജലം വറ്റിച്ച് മധ്യഭാഗത്തെ പൈപ്പുകൾ മാറ്റി ദ്വാരം മൂടിയ ശേഷമാണ് പാകമായ മത്സ്യങ്ങളെ ശേഖരിക്കുക. അടുക്കളയിലേക്കുള്ള മീനുകൾ എടുത്ത ശേഷം ബാക്കിയുള്ളവ ആവശ്യക്കാർക്ക് ലക്ഷ്മി വിൽക്കുന്നു. സ്വാദിഷ്ടമായ ഈ മത്സ്യ ഇനങ്ങൾക്ക് ആവശ്യക്കാരും ധാരാളമാണ്. കൂടുതൽ പേരും ലക്ഷ്മിയുടെ വീട്ടിലെത്തി മത്സ്യം വാങ്ങുന്നു. കഴിഞ്ഞ തവണ 300-ലേറെ കിലോഗ്രാം മത്സ്യമാണ് ഉൽപ്പാദിപ്പിക്കാനായത്. ഈ മാരാരിക്കുളത്ത് ലക്ഷ്മിയുടെ മത്സ്യകൃഷി ഇത് നബാർഡ് ധനസഹായത്തോടുകൂടി ഗാന്ധി സ്മാരകത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത പച്ചക്കറി കൃഷി ഇതിലോട്ട് കമ്പൈൻ ചെയ്ത് നല്ല എഫക്റ്റീവായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മത്സ്യം മലേഷ്യൻ കൂരിയാണ്. മലേഷ്യൻ കൂരി ഏറ്റവും നല്ല മത്സ്യമാണ് ഇത്തരത്തിലുള്ള സംവിധാനത്തിന്. കാരണം വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള എല്ലാ ആഹാര സാധനങ്ങളും കഴിക്കുന്ന മത്സ്യമാണ് മലേഷ്യൻ വാള. മലേഷ്യൻ കൂരി എന്നും പറയും. യഥാർത്ഥത്തിൽ വാള എന്ന് പറയുന്നത് ശരിയല്ല, മലേഷ്യൻ കൂരിയാണ്. അത് മുള്ളും എല്ലും വരെ ഉപയോഗിക്കാൻ ശേഷിയുള്ള മത്സ്യമാണ്. അതുമാത്രമല്ല നല്ല വലിപ്പം നേടും. ഒരു വർഷം കൊണ്ട് 1.5-2 കിലോഗ്രാം വരെ വലിപ്പം എത്തും, നല്ലപോലെ തീറ്റ കൊടുക്കാൻ കഴിയുമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഓക്സിജൻ ഒരു പ്രശ്നമല്ല. കാരണം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയും. കാഴ്ച കാണാനും നല്ല ഭംഗിയാണ്, രുചികരവുമാണ്. നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന മത്സ്യം ഈ ബാസ എന്ന പേരിൽ വരുന്ന മലേഷ്യൻ കൂരിയാണെന്ന് നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഇതാണ് ലക്ഷ്മിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. കാരണം നമ്മുടെ മത്സ്യത്തിൻ്റെ വിസർജ്യ വസ്തുവിൽ നൈട്രജനും ഫോസ്ഫറസും ഉണ്ട്. ഈ നൈട്രജനും ഫോസ്ഫറസും ചെടികൾക്ക് നേരിട്ട് ആഗിരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഫ്രാക്ഷൻസാണ്. ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പറയും ക്വിക്ക് ആക്ടിങ് ഫ്രാക്ഷൻ. ഏറ്റവും എളുപ്പം വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ, ചെടികൾക്ക് ആഗിരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള മൂലകങ്ങളാണ് മത്സ്യ അവശിഷ്ടത്തിലുള്ളത്. അത് ജലസേചനത്തിലൂടെ ആ വെള്ളം കൊടുക്കുമ്പോൾ ആ വെള്ളം ഒരുതരം ഫെർട്ടിഗേഷനാണ്. വളക്കൂറുള്ള
വളം കലർന്ന ജലമാണ്, വളവെള്ളമാണ്, വളം കലർന്ന ജലമാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുക. ആ വളമുള്ള അടിത്തട്ടിൽ അടിഞ്ഞു വീഴുന്ന മാത്രമായിട്ട് കൃത്യമായിട്ട് പോകത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. മത്സ്യക്കൊയ്ത്ത് പോലെ തന്നെയാണ് ലക്ഷ്മിയുടെ ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പും വിൽപ്പനയും. വീട്ടിലേക്കുള്ള പച്ചക്കറി എടുത്ത ശേഷം ശേഷിക്കുന്നവ ആവശ്യക്കാർക്ക് വിൽക്കുന്നു. നാടൻ മീനും നാട്ടുപച്ചക്കറിയും ലക്ഷ്മിയുടെ വീട്ടിൽ എന്നും ലഭ്യമാകുന്നതിനാൽ ആ അടുക്കള കാര്യത്തിന് ഇവിടേക്ക് വരുന്നവരുടെ എണ്ണവും ഏറെയാണ്. ആലപ്പുഴ ജില്ലയിലെ 4 പഞ്ചായത്തുകളിലായി 20 വീടുകൾ അടുക്കള മീൻകുളം സംരക്ഷിച്ചു പോരുമ്പോൾ അത് തുറന്നിടുന്ന സാധ്യത വളരെ വലുതാണ്. അടുക്കള മാലിന്യം എന്ന ഇന്നത്തെ സങ്കീർണ അവസ്ഥയെ പൂർണ്ണമായും തുടരുമാറ്റുന്നതിന് ഈ മത്സ്യകൃഷി ഉപകരിക്കുന്നതിനോടൊപ്പം നല്ല മീനും നല്ല പച്ചക്കറികളും ആഹരിക്കാനുമാകുന്നു. കൂടാതെ വീട്ടാവശ്യങ്ങൾക്കുള്ള നല്ലൊരു വരുമാനവും ഇവിടെ തരമാകുന്നു. ഇത് ഒരു ആയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം നമ്മുടെ വീട്ടിലെ അന്നുണ്ടാകുന്ന വേസ്റ്റ് കൊടുത്താൽ മതി. നമുക്ക് അതനുസരിച്ചുള്ള മത്സ്യങ്ങളെ അതിനകത്ത് മത്സ്യങ്ങളുടെ ഗ്രോത്ത് നമ്മൾ വേസ്റ്റ് കൊടുക്കുന്നതനുസരിച്ച് ഇച്ചിരി കുറവായിരിക്കും. നമ്മൾ പുറമേന്ന് വേസ്റ്റൊക്കെ കൊടുത്ത് വളരുന്ന മത്സ്യത്തിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഗ്രോത്ത് അത്രയും ഉണ്ടാവില്ലെങ്കിലും നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യാം, നമുക്ക് നല്ല മത്സ്യങ്ങൾ കഴിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇതൊരു നല്ല മാതൃകയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആയാസരഹിതമായ ഈ കൃഷിരീതിക്ക് ആകെ വേണ്ടത് അതിനോടുള്ള ഒരു ആഭിമുഖ്യവും അല്പം അധ്വാന സന്നദ്ധതയും മാത്രം. ഇങ്ങനെ ലക്ഷ്മി സിദ്ധിയെപ്പോലുള്ള വീട്ടമ്മമാരുടെ അടുക്കളകൾ രുചിക്കൂടുകളായി മാറുമ്പോൾ, അവരുടെ മനസ്സും മടിശീലയും നിറയുമ്പോൾ മറ്റുള്ളവർക്കും ചിന്തിക്കാം സ്വന്തം വീടിനു വേണ്ടി, നാടിനു വേണ്ടി ഒരടുക്കള തോട്ടത്തെപ്പറ്റി, ഒരടുക്കള കുളത്തെപ്പറ്റി. ഈ വീട്ടിൽ മുട്ടയിട്ടാൽ ആരും ഞങ്ങളെ തടയില്ല. ഞാൻ തടയും. എനിക്കറിയില്ലേ, ഞങ്ങൾ ഡെങ്കിയും ചിക്കൻ കുനിയും പരത്തുന്ന ഏഡീസ് കൊതുകുകളാണ്. സ്കൂളിലെ മാഷ ഡെങ്കു കൊതുകിനെ തുരത്താനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാ ശരി മോനെ, ചാലഞ്ച്. ഇവിടെ സ്ഥലം കിട്ടില്ല. അയ്യോ, ഇവിടെ രക്ഷയില്ലാട്ടോ. ഡെങ്കുവിനെ പ്രതിരോധിക്കാൻ കൂളറിലെ വെള്ളം എല്ലാ ആഴ്ചയിലും മാറ്റുക. പാത്രങ്ങളും ടാങ്കുകളും നല്ലതുപോലെ അടച്ചു വെക്കുക. ഫുൾ സ്ലീവുള്ള വസ്ത്രം ധരിക്കുക. കൊതുകിനെ അകറ്റാനുള്ള ക്രീം, കോയിൽ, ചന്ദനത്തിരി എന്നിവ ഉപയോഗിക്കുക. ഡെങ്കുവിനെ നേരിടൂ. ഡെങ്കുവിൽ നിന്ന് സുരക്ഷിതരാകൂ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। SCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴമര തയ്യാറാക്കാൻ ധനസഹായം. ഫെർട്ടിഗേഷൻ യൂണിറ്റ് സ്ഥാപിക്കാൻ സഹായം. ജൂലൈ 1 വിള ഇൻഷുറൻസ് ദിനം. കെപ്കോ, ഇഗ്നോ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെലവ് കുറഞ്ഞ മഴമര നിർമ്മിക്കാൻ കൃഷിവകുപ്പ് 1,00,000 രൂപ വരെ സഹായം നൽകുന്നു.
കനത്ത മഴയുള്ളപ്പോഴും പച്ചക്കറി കൃഷി ചെയ്യാമെന്നതാണ് മഴമറയുടെ പ്രത്യേകത. കുറഞ്ഞ ചെലവിൽ മുളക്കമ്പുകൾ കൊണ്ടോ അല്ലെങ്കിൽ GI പൈപ്പ് ഉപയോഗിച്ചോ മഴമറ നിർമ്മിക്കാം. 200 മൈക്രോൺ കനമുള്ള സുതാര്യമായ പോളി എത്തിലീൻ ഷീറ്റാണ് മേൽക്കൂരയ്ക്ക് ഉപയോഗിക്കുക. 100 ചതുരശ്ര മീറ്റർ മഴമറ ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം മുഴുവൻ ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. 100 ചതുരശ്ര മീറ്ററിന്റെ ഒരു യൂണിറ്റിന് 500,000 രൂപ വരെയാണ് സഹായം നൽകുക. വിശദ വിവരങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വിവിധ ചെക്ക് പോസ്റ്റുകൾ വഴി നമ്മുടെ വിപണിയിലേക്ക് വരുന്ന പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഗുണനിലവാരം പരിശോധിക്കാൻ സർക്കാർ സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ആദ്യ പാൽ പരിശോധനാശാല പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ഉദ്ഘാടനം ചെയ്യും. സൂക്ഷ്മ ജലസേചനത്തോടൊപ്പം വളപ്രയോഗവും ഫലപ്രദമായി സാധ്യമാക്കുന്ന സംവിധാനമാണ് ഫെർട്ടിഗേഷൻ യൂണിറ്റ്. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗത്തിനും കൃത്യത കൃഷി വഴി സസ്യങ്ങൾക്ക് ആവശ്യമായ തോതിൽ മാത്രം വളം നൽകാനും ഈ സംവിധാനം സഹായകമാണ്. ഫെർട്ടിഗേഷൻ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ട പമ്പ് സെറ്റ്, ഫിൽട്രേഷൻ യൂണിറ്റ്, പൈപ്പുകൾ, ഡ്രിപ്പറുകൾ എന്നിവയുൾപ്പെടെ 30,000 രൂപ വരെ ഒരു യൂണിറ്റിന് കൃഷിവകുപ്പ് ധനസഹായം നൽകും. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ചിപ്പിക്കൂൺ, പാൽക്കൂൺ എന്നിവയുടെ വിത്തുകൾ ലഭ്യമാണ്. കൂടാതെ ജൈവ കീടനാശിനികളും മാവ്, പച്ചക്കറി എന്നിവയ്ക്കുള്ള ഫിറമോൺ കെണികളും വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8086405476. മറ്റൊരു നമ്പർ 9645420575. ജൂലൈ 1 സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനുകളിലും വിള ഇൻഷുറൻസ് ദിനം ആചരിക്കും. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതികളുടെയും കാർഷിക വികസന സമിതികളുടെയും നേതൃത്വത്തിലാണ് ഈ ദിനാചരണം. കർഷകരുടെ യഥാർത്ഥത്തിലുള്ള നഷ്ടത്തിന് ആനുപാതികമായി നഷ്ടപരിഹാര തുക പരിഷ്കരിച്ച് പുതുക്കിയ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരെയും അംഗങ്ങളാക്കുക എന്നതാണ് ഉദ്ദേശ്യം. കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിൽ പൈനാപ്പിളിന്റെ വിവിധ നടീൽ വസ്തുക്കൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 048723734242. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെപ്കോ നടത്തുന്ന വിവിധ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. ഡിപ്ലോമ ഇൻ മീറ്റ് ടെക്നോളജി, സർട്ടിഫിക്കറ്റ് ഇൻ പൌൾട്രി ഫാമിംഗ് എന്നീ കോഴ്സുകൾക്കാണ് അപേക്ഷിക്കേണ്ടത്. മീറ്റ് ടെക്നോളജിക്ക് +2 പൌൾട്രി ഫാമിംഗിന് 8ാം ക്ലാസ് പാസുമാണ് വിദ്യാഭ്യാസ യോഗ്യത. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9490000931 9400608493. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിൽ CO3 പുൽവിത്തുകൾ 30 പൈസ നിരക്കിൽ ലഭ്യമാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 047127322962. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 14,500 രൂപ, തൃശൂർ 12,650 രൂപ. കൊപ്ര കൊച്ചി 8,610 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശൂർ 8,530 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 49,200 രൂപ, ഗാർബിൾഡ് 51,200 രൂപ. ചുക്ക മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ. മഞ്ഞൾ സേലം 8,400 രൂപ, ഈറോഡ് 8,700 രൂപ. അടയ്ക്ക പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,610 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, റോട്ടറി 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 49,200 രൂപ, കുരുമുളക് ഗാർബിൾഡ് 51,200 രൂപ. ചുക്ക മീഡിയം 9,750 രൂപ, ബെസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ. അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 170-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 300-നും 340-നും മധ്യേ. ജാതിപത്രി 450-നും 550-നും മധ്യേ. ഗ്രാമ്പു കിലോഗ്രാമിന് 670 രൂപ.
റബ്ബർ RSS 5ാം ഗ്രേഡ് 12,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,200 രൂപ, ഒട്ടുപാൽ 7,800 രൂപ, ലാറ്റക്സ് 8,800 രൂപ. കമ്പോള അവലോകനം. കുരുമുളകിന് നേരിട്ട തളർച്ച കണ്ട് ഹൈറേഞ്ചിലെ ഉൽപാദകർ ടെർമിനൽ മാർക്കറ്റിലേക്ക് ചരക്ക് നീക്കം കുറച്ചു. മുളക് ക്ഷാമം വിലക്കയറ്റത്തിന് വഴിതെളിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. അന്തർ സംസ്ഥാന വ്യാപാരികൾ രംഗത്തുണ്ടെങ്കിലും അവർ വില ഉയർത്തിയില്ല. അൺഗാർബിൾഡ് കുരുമുളക് കിലോയ്ക്ക് 492 രൂപയാണ്. കാലാവസ്ഥാ മാറ്റം ഏലക്ക വിളവെടുപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കകൾ ഉൽപ്പന്ന വില ഉയർത്തി. ഇന്ന് നടന്ന ലേലത്തിൽ മികച്ച ഇനങ്ങൾ കിലോഗ്രാമിന് 1,210 രൂപയിലാണ്. ശരാശരി ഇനങ്ങൾ 961 രൂപയിലാണ്. മൊത്തം 31,013 കിലോ ഏലക്ക ലേലം കൊണ്ടു. അവധി വ്യാപാരത്തിൽ റബ്ബർ വില ഉയർന്നത് ടയർ വ്യവസായികളെ കൊച്ചിയിലും കോട്ടയത്തും വാങ്ങലുകാരാക്കി. വിപണിയിൽ ഉണർവ് ദൃശ്യമായെങ്കിലും കാര്യമായി റബ്ബർ ഷീറ്റ് വിൽപ്പനയ്ക്ക് എത്തിയില്ല. 4ാം ഗ്രേഡ് കിലോയ്ക്ക് 122 രൂപയാണ്. നാളികേര ഉൽപ്പന്നങ്ങളുടെ നിരക്ക് തൃശൂരിൽ കുറഞ്ഞെങ്കിലും കൊച്ചി, കോഴിക്കോട് വിപണികൾ സ്റ്റഡിയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 32.8, 25.9. കൊച്ചി 31, 24.9. ആലപ്പുഴ 30.4, 25.4. പുനലൂർ 32.5, 24.5. തിരുവനന്തപുരം 31.4, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.